ഈ സോനം വാങ്ചുക്കിനെ തലയിലേറ്റ് നടന്നവർ ഇപ്പോൾ അദ്ദേഹത്തെ അതേപോലെ തന്നെ തറയിലേക്ക് ഇട്ടിരിക്കുകയാണ്. കോൺഗ്രസും പാട്ടാക്കൂട്ടവുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ തലയിലേറ്റ് നടന്നിരുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം രാഷ്ട്രത്തിന് അനുകൂലമായി സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ തലേന്ന് വലിച്ച് താഴെയിടാൻ കാരണം. ഏതായാലും പാറ്റകൾക്കെതിരെ സോനം വാങ്ചുക്ക് രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിനോട് പ്രശ്നമുണ്ടെന്ന് കരുതി ഭാരതത്തെ അപമാനിക്കരുതെന്നുള്ളതാണ് അദ്ദേഹം പാറ്റാക്കൂട്ടത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരുമായി പ്രശ്നമുണ്ടെങ്കിൽ സർക്കാരുമായി വഴക്കിടണമെന്ന് സോനം വാങ്ചുക്ക് പാറ്റകളോട് പറഞ്ഞു. വീഡിയോ സന്ദേശത്തിൽ ഭാരതത്തെ അപമാനിക്കരുതെന്ന് പാറ്റകളോട് വാങ്ചുക്ക് ആവശ്യപ്പെട്ടു. ഭാരതം ഒന്നാണെന്ന് സോനം വാങ്ചുക്ക് പറഞ്ഞു. രാജ്യത്താരെങ്കിലും നന്നായി എന്തെങ്കിലും ചെയ്താൽ അതിനെ പുകഴ്ത്തണമെന്നും സോനം വാങ്ചുക്ക് അഭിപ്രായപ്പെട്ടു. इतने तंग नजर हो गए हैं हम क्या कि भारत का कोई विभाग जैसे मानिए इसरो अगर मार्स पे एस्ट्रोनॉट्स उतारे तो क्या हम उनकी भी प्रशंसा नहीं करेंगे? अरे भारतीय रेल भारत की रेल सेवा है. कितने ही हजारों इंजीनियर्स ने अफसरों ने मिलकर ये रेलवे लाइन बिछाई है. क्या इसकी हम प्रशंसा ना करें? जरा दिमाग को खोले रखिए. चाहे पक्ष हो विपक्ष हो, हमें मिल के भारत को बनाना है. जहाँ भी गलत होता है गलत जरूर कहें, मगर ठीक होता है तो उसकी प्रशंसा करिए. इस तरफ की भी नहीं उस तरफ की भी नहीं. आपको भक्त नहीं बनना है. गलत को गलत कहना है, सही को सही कहना है. ഭാരതീയ റെയിൽവേയെ അഭിനന്ദിച്ച സോനം വാങ്ചുക്കിനെ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വിമർശിച്ചിരുന്നു. സർക്കാരിന്റെ ദല്ലാളെന്ന് CJP നേതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് അദ്ദേഹം CJP നേതാക്കൾക്ക് മറുപടി നൽകിയത്. ഭാരതം ഒന്നാണ് എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം അരാജകത്വവും അരാഷ്ട്രീയവാദവും സൃഷ്ടിക്കുന്ന പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പാണ്. ജനം, ഡൽഹി.